നമസ്കാരം. ഇന്ന് നമുക്ക് കൂട്ടക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കാം. കൂട്ടക്ഷരങ്ങൾ സാധാരണ കൂട്ടക്ഷരങ്ങൾ നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന കൂട്ടക്ഷരങ്ങളാണ്. അതായത് കാക്കും അതുപോലെ കാ ച ട ത പ ഇതിനെല്ലാം കൂട്ടക്ഷരങ്ങളുണ്ട്. കാടെ ഇരട്ടിച്ച ക, ചാടെ ഇരട്ടിച്ച ച, അതുപോലെ തന്നെ ടാടെ ഇരട്ടിച്ച ട, തായുടെയും ഇരട്ടിച്ച ത, കച്ചട്ട ത പ ഇരട്ടിച്ച പ, ഇതെല്ലാം സാധാരണ കൂട്ടക്ഷരങ്ങളാണ്. ഇതല്ലാതെ രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങൾ കൂടി വരുന്ന കൂട്ടക്ഷരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കച്ചടത്തപ്പ എന്ന് പറഞ്ഞു, കവർഗം ചവർഗം ടവർഗം. ഇതിൽ കായുടെ വർഗത്തിലെ അനുനാസികം, അതായത് ക ഖ ഗ ങ, അതിലെ അനുനാസികമായ ങ. ഈ ങായും കായും കൂടുമ്പോൾ ഗ വരും. ഇതുപോലുള്ള കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അനുനാസികങ്ങളെല്ലാം, അതായത് ങ ഞ ണ ണ മ, ഇവയും ഖരാക്ഷരങ്ങൾ ഖ. ഏതൊക്കെയാണ് ഖരാക്ഷരങ്ങൾ? ഖ ച ട ത പ. ഇവയെല്ലാം ചേർന്ന് ഒരു കൂട്ടക്ഷരം രൂപപ്പെടുന്നുണ്ട്. അതാണ് ങ് അധികം ക ഗ, ഞ് അധികം ച ജ. ണ് വെച്ച് ഏതാണ്? ണ് അധികം ട. അപ്പോൾ ണ് ട ണ്ട വരും. കണ്ടോ? ണ്ട. ഇതുപോലെ ഓരോന്നും നമുക്ക് നോക്കാം. ന് കണ്ടോ? നായും തായും കൂടുമ്പോഴാണ് ണ്ട എന്ന അക്ഷരം വരുന്നത്. പന്തം, ചന്തു എന്നൊക്കെ എഴുതില്ലേ? അന്ത. അടുത്തത് അനുനാസികത്തിലെ മായും ഖരാക്ഷരത്തിലെ പായും കൂടി കൂടുമ്പോൾ ബ. കണ്ടോ? മ് പ ബ. പാമ്പ്, പമ്പരം തുടങ്ങിയ വാക്കുകൾ ഇതിൽ വരുന്നു. ഇവ സാധാരണ നാം ഉപയോഗിക്കാറുള്ള കൂട്ടക്ഷരങ്ങളാണ്. അതായത് ക ക ഇരട്ടിച്ച ക, കണ്ടോ? ച ച ച. അതുപോലെ തന്നെ മൃദുക്കളിലും അനുനാസികങ്ങളിലും ഒക്കെയുള്ള അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നു. ഇതുപോലുള്ള മറ്റു കുറച്ചക്ഷരങ്ങളും കൂടിയുണ്ട്. ള, ഷ, സ തുടങ്ങിയവ. ഇവയെല്ലാം ഇരട്ടിച്ച് വരുന്നവയാണ്. അതേ വ്യഞ്ജനാക്ഷരം തന്നെ ഇരട്ടിച്ച് വരുന്നവ. സ്വയം ഇരട്ടിക്കാൻ കഴിയുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത്. നമ്മൾ വ്യഞ്ജന ചിഹ്നങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ? ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന കൂട്ടക്ഷരങ്ങളാണ് ഇവ. ഇവയെ കൂട്ടക്ഷരങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ക്യ, ക്വ, ക്ര. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നാൽ ഇത് കൂട്ടക്ഷരമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ചില കൂട്ടക്ഷരങ്ങളെക്കുറിച്ചും കൂടെ പറയാം. യ, ല, വ. കണ്ടോ? ക്ഷ, ജ്ഞ, ഞ. ജായും ഞായും, ഞായും ജായും. ശാസ്ത്രജ്ഞൻ, അതുപോലെ അഞ്ജനം എന്ന് രണ്ടാമത്തേതും വരും കേട്ടോ. അതുപോലെ ഇവയും കൂട്ടക്ഷരത്തിൽ ഉൾപ്പെടുന്നവയാണ്. ക്ല, ഗ്ല, മ്ല, ട, ന്റ. സാധാരണ നാം പ്രയോഗിക്കുന്ന കൂട്ടക്ഷരങ്ങൾ ഇവയൊക്കെയാണ്. ഇനിയും കൂട്ടക്ഷരങ്ങൾ ഉണ്ട്. അവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്.